കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കളക്ട്രേറ്റിനകത്ത് കണ്ട കാഴ്ചകളും അവിടുത്തെ അനുഭവങ്ങളുമാണ് കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് ആ ഓഫീസിലേക്ക് പോകാൻ ഇടയായി. നമ്മൾ അങ്ങനെ നടന്ന് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏത് നിലയിലാണോ പോകേണ്ടത് അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ ആ വരാന്തയിലൂടെ ഇങ്ങനെ മന്ദം നടന്നു പോകുമ്പോൾ നമ്മൾക്ക് പല കാഴ്ചകളും കാണാം. അതുവഴി ഇങ്ങനെ നല്ല വക്കീലന്മാർ ആ കോട്ടൊക്കെ ഇട്ട് ഫയലുകളും എല്ലാം പിടിച്ച് ഇങ്ങനെ ധൃതി പിടിച്ച് ഇങ്ങനെ പോകുന്നു. പിന്നെ പോലീസുകാരെല്ലാം നല്ല അവരുടെ കുപ്പായം അണിഞ്ഞ് ഇങ്ങനെ കുറേ പേരെല്ലാം ഒരുമിച്ച് നിന്ന് കൂടെ ചില പൊതുജനങ്ങളും കൂടെ ആരെങ്കിലുമൊക്കെ കാണും. അവരൊരു സെക്ഷനായിട്ട് അങ്ങനെ പോകുന്നു. അവിടെ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ്, നമുക്കിങ്ങനെ കാണാം. ആ വരാന്തയിൽ ഇങ്ങനെ നടന്നു പോകുന്നതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അതൊരു ഭയങ്കര രസമാണ്. പല പല ഓഫീസുകളാണ് അവിടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഓഫീസ് ഓരോ സെക്ഷനാണ്. ഏത് സെക്ഷനിലാണ് നമുക്ക് പോകേണ്ടുന്നതെന്ന് നമ്മൾ പോയി കണ്ടുപിടിക്കണം. നമ്മൾ വഴിയെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ആരുടെത്തെങ്കിലും നമ്മൾ പോകേണ്ടുന്ന ഓഫീസിൻ്റെ വിവരം തിരക്കിയാൽ അവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. കാരണം അവരും നമ്മളെപ്പോലെ പുതിയതായിട്ട് അവിടെ വന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നവരായിരിക്കും. അപ്പോൾ അവർ വേറെ നമ്മളെ പറയും, അവിടെ തിരക്ക് ഇവിടെ തിരക്കെന്നൊക്കെ നമ്മുടെ അടുത്ത് പറയും. നമ്മൾ സ്വയം അങ്ങനെ നടന്ന് പോയി ഇതെല്ലാം കണ്ട് പിടിക്കണം. അത് ഓരോ ഓഫീസുകളിലും ചെല്ലുമ്പോൾ ഓരോ പുതിയ അനുഭവങ്ങളാണ്. കാരണം നമുക്ക് തന്നെ അറിയത്തില്ല എന്തെല്ലാം സെക്ഷൻ അവിടെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ഒട്ടും അറിയാൻ പറ്റത്തില്ല. ഒരിടത്ത് ഇങ്ങനെ കണ്ടു കളക്ടർ എന്നൊക്കെ എഴുതി വെച്ച് കൂടെ വേറെ ഏതോ ഒരു പേരുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. കാരണം ഒറ്റ നോട്ടത്തിൽ നമ്മളിങ്ങനെ നടന്നു പോയപ്പോൾ കണ്ടതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ആവശ്യവുമായിട്ട് അവിടെ പോയി അവിടുത്തെ സാറിനെ കാണാനായിട്ട് പോയിട്ട് സാറില്ല. അങ്ങനെ ഞാൻ പുറത്ത് ആ ബെഞ്ചിൽ കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ 1.5 മണിക്കൂർ അങ്ങനെ കടന്നു പോയപ്പോൾ വഴിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പല ആളുകളും ആരെങ്കിലുമൊക്കെ നമ്മളെ ഗവനിക്കുന്നുണ്ടാകാം. അങ്ങനെ 1.5 മണിക്കൂറായപ്പോൾ ആ ഓഫീസിൻ്റെ പുറത്ത് വന്നൊരു സാർ എൻ്റെ അടുത്ത് കാര്യം തിരക്കി. അന്നേരം പറഞ്ഞു, ഇരിക്കുന്ന 3 സാറന്മാരുടെ അടുത്ത് അതിലൊരാൾ ആ സെക്ഷനുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. അങ്ങനെ കാര്യം നടന്നു. അങ്ങനെ കണ്ടു. അന്നേരം അവിടെ ആ ബെഞ്ചിൽ അങ്ങനെ ഇരുന്നപ്പോൾ പല പല ചിന്തകളാണ് കടന്നു പോയത്. കാരണം ഈ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് ഇനി എന്ത് കണ്ടൻ്റ് ഇടാം, ഇനി എന്താണ് എന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ട് എവിടെ ഇരുന്നാലും ഊണിലും ഉറക്കത്തിലും ആ ഒരു ചിന്തയാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഞാനവിടെ ഇരുന്ന് അങ്ങനെ പുറത്തേക്കെല്ലാം ഇങ്ങനെ നമുക്ക് കാണാം. മുകളിൽ വലിയ 2 മരം ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ അവിടെ ഇരുന്ന് കാണുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ മേളിലോട്ട് കാണുന്നതും നല്ല കാറ്റുമൊക്കെ ആയിട്ട് നല്ല മനോഹരം. ആ വരാന്തയിൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് ഈ മരങ്ങളുടെ ഈ ഭംഗിയെല്ലാം ആസ്വദിച്ച് കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ സമയം അവിടെ ഇരുന്നു. നമ്മൾ പോയ കാര്യം എന്തായാലും നടക്കണമല്ലോ, അതുകൊണ്ട് ആണ് കുറേ സമയം സ്പെൻഡ് ചെയ്തത്. പിന്നെ അവിടെ താഴെയെല്ലാം അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണികളെല്ലാം നടക്കുന്നു. അങ്ങനെ നല്ല പെരുമാറ്റമുള്ള സാറന്മാരാണ് ചില സെക്ഷനിലെല്ലാം ഉള്ളത്. നമുക്ക് തന്നെ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ വളരെയധികം അഭിമാനം തോന്നും. കാരണം നമ്മൾ ചെന്ന് കുറേ സമയം നിൽക്കുമ്പോൾ നമ്മളെ അവർ പരിഗണിക്കുന്നുണ്ട്. അതാണ് വേണ്ടുന്നത്, ഈ പരിഗണനയാണ് വേണ്ടുന്നത്. നമ്മൾ പരിഗണിക്കാതെ മറ്റുള്ളവരെ അവഗണിക്കുമ്പോൾ നമുക്കും അത് തന്നെയാണ് കിട്ടുന്നത്. അവഗണനയും പരിഗണനയില്ലാത്ത അവസ്ഥയും അവർക്കും വന്ന് ഭവിക്കും. പിന്നെ അങ്ങനെ നടന്ന് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പതുക്കെ പുറത്തേക്ക് വന്നു.
അപ്പോൾ നല്ല മഴയെല്ലാം ആയിരുന്നു. അങ്ങനെ പതുക്കെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. അവിടുന്ന് ബസ് ഇറങ്ങി. ഇന്നലത്തെ പോലെ തന്നെ നടന്നാണ് പോയത്. അപ്പോൾ വഴിയിലെല്ലാം ഇന്നലെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അതിനൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ ഇന്നലത്തേൻ്റെ അത്രയും മഴ ഇന്ന് ഇല്ലായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു. ഈ വെറും കുഞ്ഞ് വിശേഷം മാത്രമേ ഇന്നുള്ളൂ കൂട്ടുകാരെ. എല്ലാവരും ഉറക്കമായെന്ന് എനിക്കറിയാം. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോഴാണ് വീഡിയോ ഇട്ടിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചത്. എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. എല്ലാവരും വീഡിയോസ് കാണണം. കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാരും കേൾക്കണം. പിന്നെ കാലവർഷം വന്നെത്തി. എല്ലായിടത്തും വെള്ളത്തിനൊക്കെ ഷോർട്ടേജ് ആയിരുന്നു. ഇനി അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവുകയാണ്. ഇനി എന്നും ഇതുപോലെ നല്ല മഴയെല്ലാം പ്രതീക്ഷിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ഉറങ്ങാൻ പോകുന്നു. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.